മരണം മരണം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാന കൂട്ടരെ ഫിക്റല്ലേ? ദിക്റിനേക്കാളും ദിക്ർ എന്ന് പറയുന്നത് ഫിക്റിന് ഉപകാരപ്രദമാകാനും ഫിക്റിനെ ഉണ്ടാക്കി തീർക്കാനുമാണ്. ഫിക്റാ പ്രധാനം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, താനും ഇങ്ങനെ മരിക്കുമെന്ന് ചിന്തിക്കുക, തന്നെയും ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് ചിന്തിക്കുക, താനും ഇങ്ങനെ കൊണ്ടുപോകപ്പെടുന്നവനാണെന്ന് ആലോചിക്കുക, തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുക. ഒരു നാൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ വരുമല്ലോ എന്ന് ചിന്തിക്കുക. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ ഇടയ്ക്കിടെ സ്വന്തമായി തന്നെ ആകർഷിച്ചിരുന്ന ഒരു കവിത ചൊല്ലുമത്രേ. ലാ തസാലു തൻഅ ഹബീബൻ ഹത്താ തകൂന വഖദ് യർജുൽ ഫതർ റജാ യമൂതു ദൂനാ لا يزال تنأى لا تزال تنأى حبيبا حتى تكون وقد يرجو الرجاء يموت دونا. നീ ഇങ്ങനെ ഓരോരുത്തന്റെ മരണവൃത്താന്തം വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കും. ഒരിക്കൽ ഹത്താ തകൂന, നീയാകും ആ മരണവൃത്താന്തം അറിയിക്കപ്പെടുന്നയാൾ. നിന്നെക്കുറിച്ചാകും മറ്റൊരാൾ വിളിച്ചറിയിക്കപ്പെടുക. ഇന്നാലിന്ന ഒരുത്തന്റെ ജനാസ ഇത്ര മണിക്ക് ആകുമെന്ന് മഞ്ചേരിയുടെ ഒരാൾ പറയാൻ, ഞാനത് കേട്ടാ അപ്പ ഈ വെയ്ത്ത് ചെല്ലും. ഹബീബൂന, ഓ കാക്ക, നിങ്ങൾ ഒരു നാൾ ഇങ്ങനെ വിളിച്ചു പറയപ്പെടുമല്ലോ, മറ്റൊരാൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയപ്പെടുമല്ലോ. ഇത് സിദ്ദീഖുൽ അക്ബർ എന്നവർ ചൊല്ലുന്നതാ. നമ്മളും ഇതുപോലെ മരിച്ചു പോകുമല്ലോ, ഈ കേൾക്കുന്നവരെ പോലെ നമ്മളെക്കുറിച്ചും വിളിച്ചു പറയപ്പെടുമല്ലോ എന്ന ചിന്ത തന്റെ ഹൃദയത്തിനെ മഥിച്ചുകൊണ്ടിരുന്ന ഈ ചിന്തയാണ് അബൂബക്കർ സിദ്ദീഖ് എന്നവരിൽ നിന്ന് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്ന ഈ കവിതയിൽ വന്നിരുന്നത്. ഈ പറയുന്ന ചിന്ത മരിച്ചിടത്ത് പോലും നിൽക്കാനാവാത്ത വിധത്തിൽ, നിസ്കരിക്കാൻ നിൽക്കുന്ന പള്ളിയിൽ പോലും പറ്റാത്ത വിധത്തിൽ, അവിടെയും ഒച്ചയിട്ടിട്ട് ഓരോരുത്തന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യവും മാധുര്യവും തെളിയിക്കുന്ന ആരുടേതാണ് മൈക്കിൽ ലൂക്കിൽ കേട്ടത് എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്, മത്സരിക്കാൻ വേണ്ടിയിട്ട് മെനക്കെടുന്ന ഒരു മത്സരവേദിയാക്കുകയാണ് നമ്മുടെ നാടിൽ. ഇത്തരം അത്യാചാരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതല്ലേ?